നമ്മുടെ ബഹുമാനിയനായ ഗവർണർ മുഖ്യമന്ത്രിയോട് ഒരു വിശദീകരണം ചോദിച്ചു. മുഖ്യമന്ത്രി അത് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. കൊടുത്തതായിട്ടൊന്നും പരസ്യമായിട്ട് കാണുന്നില്ല, മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല. പക്ഷേ ഗവർണർ അപ്പം ഇതിന്റെ വിവരം അറിയാൻ വേണ്ടി, കാരണം അത് ശരിയായ അദ്ദേഹത്തിന് അറിയേണ്ട ഒരു വിവരമാണ്. കാരണം ഇവിടെ വിദേശ നിന്ന് കൊണ്ടുവരുന്ന സ്വർണം കൊണ്ടുവന്ന് കള്ളക്കടത്തുണ്ടെന്ന് സ്വർണം കൊണ്ടുവരുന്നു. ഈ സ്വർണം കൊണ്ടുവന്നേക്കുന്നതും അതുപോലെ ഹവാല പണമിടപാടും ഒക്കെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രി തന്നെ മൊഴിഞ്ഞതാണ്. എല്ലാവരും പരസ്യമായിട്ട് പറഞ്ഞു. അത് വരും എന്നു അത് പത്രത്തിനകത്ത് അടിച്ചു വരികയും ചെയ്തു. ഹിന്ദു തന്നെ മുഴുവൻ ഓൾ ഓവർ ഇന്ത്യ അത് പബ്ലിഷ് ചെയ്തു. ആ വാർത്ത അദ്ദേഹത്തിനുമായിട്ടുള്ള അഭിമുഖം കൊടുത്തു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് പ്രശ്നം മനസ്സിലാകുന്നത്, ഇത് ഏതാണ്ട് കുഴപ്പമായിപ്പോയി എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ അതിൽ നിന്ന് ഊരാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ആലോചന വരുമ്പോഴാണ് ഇനി അപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് പറയും എന്ന് ഞാൻ നോക്കിയിരിക്കാം, മുഖ്യമന്ത്രി എന്ത് പറയും. അപ്പം ഗവർണർ ചോദിച്ചു, ഒരു വിശദീകരണം ചോദിച്ചു. ഇത് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല? ഗവർണർ എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ശരി, ഒരു ആലങ്കാരികമായ പദവിയാണ്, അതിന് അപ്പുറത്തോട്ടുള്ള കാര്യങ്ങളൊന്നും അതില്ല. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് പോലാണ് കേരളത്തിൽ ഇപ്പോൾ ഗവർണർ എന്ന് പറഞ്ഞാലും അത്രയേ ഉള്ളൂ. പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ ഈ ഗവർണർമാരോ ഒന്നും സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു വളരെ പ്രൊവോക്കിംഗ് ആയ രീതിയിൽ പെരുമാറുമോ ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല വേറെ. ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കുറച്ചുകൂടെ വളരെ വിജിലൻ്റ് ആണ്. അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ വിശദീകരണം ചോദിച്ചു, കൊടുത്തില്ല. അപ്പോൾ അതിനുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ ഈ ഇതിനാണ് ഇപ്പം DGPയും അതുപോലെ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞു. അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം അദ്ദേഹത്തിന് അവരുടെ ഇന്ന് വിവരം ശേഖരിക്കണം, അവരുടെ കാര്യങ്ങൾ കേൾക്കണം, എന്താണ് ഇത് നടന്നേക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയണം. ഒരു ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, ഒരു ഗവർണർ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകുകയില്ല എന്ന് പറയുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും. അപ്പോൾ അതിന് മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത് വിളിച്ചു വരുത്തിയ നടപടി തെറ്റ് എന്ന് ചോദിച്ചു. പിന്നെ വിളിക്കാതെ എങ്ങനെ വരുത്തുന്നേ? അല്ലെങ്കിൽ സ്വമേധയാ അവരങ്ങ് പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അദ്ദേഹം വിളിച്ചു. അദ്ദേഹം വിളിച്ചതിൽ എന്താ തെറ്റ്? ഞാനൊന്നും കാണുന്നില്ല. ഇപ്പൊ ഹൈക്കോടതി വിളിക്കാറില്ലേ ഈ DGPയും അതുപോലെ ചീഫ് സെക്രട്ടറി ഒക്കെ? ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ ഇവരെയൊക്കെ. അപ്പിയർ ചെയ്യണമെന്ന് പറയും, അവിടെ എനിക്ക് ചോദിക്കണമെന്ന് പറയും. വന്നിട്ടുണ്ട്, വാലും ചുരുട്ട് വരും. വന്നില്ലെങ്കിൽ വിവരം അറിയും, കണ്ടന്റാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അപ്പൊ അവിടെ പോവാമല്ലോ. ഈ ഹൈക്കോടതിക്ക് വിളിച്ചു വരുത്താമെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ ഹെഡ് എന്ന് പറയുന്ന ഗവർണർ വിളിച്ചാൽ ഒന്ന് പോകുന്നതിൽ എന്താ തെറ്റ്? അദ്ദേഹത്തിന് കീഴിലല്ലേ ഇവരെല്ലാം. അതിനെ പോകുന്നത്, അത് ഞാൻ പോവുകയല്ല, ഞങ്ങൾ പോവുകയല്ല എന്നൊക്കെ പറയുന്നത് ധാർഷ്ട്യമാണ്. അത് അവരുടെ കുഴപ്പമല്ല. അത് ബഹുമാന്യനായ മുഖ്യമന്ത്രി ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ അദ്ദേഹം തീക്കൊള്ളി കൊണ്ട് തലയുറിയുന്നതിന് തുല്യമാവും. ഇത് പ്രശ്നമില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരെ ഇതിപ്പോ ചീഫ് സെക്രട്ടറിയും എന്നും DGP എന്നൊക്കെ പറഞ്ഞ ഈ സ്റ്റേറ്റ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വകയൊന്നും അല്ലല്ലോ. പൊതുജനങ്ങളുടെ ഉദ്യോഗസ്ഥരല്ലേ അവര് പോകത്തില്ലെന്ന് പറയും. മുഖ്യമന്ത്രി എന്ന് പറയുന്ന പൊതുജനങ്ങളുടെ ഉദ്യോഗസ്ഥനല്ലേ, പിന്നെയാണോ? അപ്പൊ അത് നിർബന്ധമായിട്ടും അവര് പോവുകയല്ല, അവരെ അയക്കത്തില്ല എന്നൊക്കെ പറയുന്നത് മലപ്പുറത്തെ കാര്യം അറിയാനാണ് ഈ വിളിച്ചത്. അതെ, അത് ആ വിശദീകരണം വൃത്തിയായിട്ട് എഴുതി കൊടുത്താൽ മതിയല്ലോ, കുഴപ്പമില്ലല്ലോ. അത് കിട്ടാതെ വരുമ്പോഴല്ലേ അദ്ദേഹം വിളിക്കുന്നത്. അതിനെന്താ തെറ്റ്? ഞാനത് ഈ തെറ്റൊന്നും കാണുന്നില്ല. പോകാതിരിക്കുന്നതാണ് തെറ്റ്. കാരണം അത് വീണ്ടും വീണ്ടും വളരെ അസ്വാരസ്യങ്ങളിലേക്ക് നയിക്കും. മോശമായ നടപടികളിലേക്ക് ഇത് കടന്നു പോകാനുള്ള സർവ്വസാധ്യതയുണ്ട്. ഒരു ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു IAS ഓഫീസറാണ്, ഓൾ ഇന്ത്യ സർവീസിലുള്ള ആളാണ്, കേരളത്തിൻ്റെ ഒന്നും അല്ല അത്. അതേപോലെ തന്നെ DGP IPS കാരനാണ്, അതും ഓൾ ഇന്ത്യ സർവീസാണ്. അതൊന്നും പോകത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതും ഗവർണറുടെ എന്ന് പറയുന്നത് യഥാർത്ഥ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് ഈ സ്റ്റേറ്റിലെ. പോവുകയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അവരെ തെറ്റിലേക്ക് മുഖ്യമന്ത്രി തള്ളിവിടരുത്, അത് തെറ്റാണ്. മുഖ്യമന്ത്രി പറയുമ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതെന്ന് അദ്ദേഹം വിചാരിക്കണം, മനസ്സിലാക്കണം. അതായത് ഒന്നും അറിയാൻ വയ്യ, ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അത് ആരാന്ന് എനിക്കറിയില്ലല്ലോ, മറ്റവർ വന്നത്, ഇതൊക്കെ പലയിടത്തും ഇരുന്ന് പറയാം, മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ ഇരുന്ന് വിളമ്പാം. പക്ഷേ അതുപോലെ അങ്ങനെ ചോദിക്കുമ്പോൾ എന്ന് ചിരിച്ചും കാണിക്കാം. കാരണം മറുപടി ഇല്ലാതെ വരുമ്പോൾ ഒരൊറ്റ ചിരിയാണ്. ഏതായാലും അങ്ങനെ ഒരു ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടായി, അദ്ദേഹം ചിരിച്ച് കണ്ടു കേട്ടോ. വലിയൊരു കാര്യമായി. സാധാരണ വലിയ ഗൗരവവും അങ്ങനെ ഇരിക്കുകയാണ്. ഇത് അന്ന് മൊത്തം അങ്ങ് ചിരിയാ. കാരണം എവിടൊക്കെ ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങൾ വരുന്നുണ്ടോ ഉത്തരമില്ല, അതിന് പിന്നെ അങ്ങ് ചിരിച്ചു കാണിക്കുക. എന്തെങ്കിലുമൊക്കെ പറയും, എന്തൊക്കെയാ പറയുന്നതെന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിയിലാണ്
പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിയമസഭയിലും ആ രീതിയിലേക്ക് കാണുന്നുണ്ട്. ഞാനതിലേക്ക് കടന്നു പോകുന്നില്ല. അത് ജനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഇതൊക്കെ. ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ അത് അടുത്ത സഭാ ടി വി ഓഫ് ചെയ്യുക, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നതൊക്കെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുക, പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി അവഹേളിച്ചത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യാതിരിക്കുക എന്നൊക്കെ പറയുന്ന ജനങ്ങളിൽ എന്ത് അവമതിപ്പുണ്ടാക്കുമെന്ന് ഇവർ കരുതുന്നില്ലേ? ഇവർക്കതൊന്നും അറിയില്ല. അതാണ് പ്രശ്നം വരുന്നത്. ഇത് വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് നയിക്കും. ചിലപ്പോൾ നമുക്ക് ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ തൽക്കാലം ഇപ്പം നിയമസഭ കൂടല്ലേ, അവിടെ എന്തോ ആവാമല്ലോ ഇവർക്ക്. കാരണം അവിടെ നല്ല വളരെ അധികം അവർക്ക് ആ സ്വാധീന ശക്തിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഇത് ചോദ്യം ചോദിക്കാൻ ഈ പത്രക്കാർ ചോദിക്കുന്നുള്ള ചോദ്യങ്ങൾ ഇവർക്ക് ചോദിക്കാൻ ഒക്കത്തില്ലല്ലോ. മാധ്യമങ്ങൾ ഈ ഏത് വിഷയത്തിലായാലും അവരങ്ങോട്ട് കടന്നു പോകും ഉള്ളിലോട്ട്. കാരണം അവർക്ക് അതിൻ്റെ വിവരങ്ങൾ അറിയാനുള്ള മാർഗമുണ്ട്. ആ ചോദ്യങ്ങൾ ഏത് വിധത്തിൽ ഫോർമുലേറ്റ് ചെയ്ത് ചോദിക്കണമെന്ന് അവർക്കറിയാം. അങ്ങനെ വരുമ്പോഴാണ് ഈ ഹ ഹ ഹ അടിക്കേണ്ടതായിട്ട് വരുന്നത്. ബൈ ഹ ഹ ഹായ് ഒക്കെ ഒന്ന് തന്നെയാണ്. അതാണ് നമ്മളിവിടെ കണ്ടത്. പക്ഷെ ഇവിടെ നിയമസഭയിൽ ഇവർക്ക് ചോദിക്കുന്നതിന് ഒരു ചോദ്യങ്ങൾ എഴുതി കൊടുക്കണം. ആ ചോദ്യമേ ചോദിക്കാൻ പാടുള്ളൂ. പലപ്പോഴും എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങളൊന്നും സ്റ്റാർ ചെയ്ത് വരുന്നതൊന്നുമില്ല എന്നൊക്കെ ഇവർ പറയുന്നു. അത് നമുക്കതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഏതൊക്കെ ചോദ്യങ്ങളാണ് അവോയ്ഡ് ചെയ്തത്, എല്ലാം മറുപടി പറയാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനെ കുറിച്ചും. ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്തെന്നറിയോ? ഈ ആനുകാലികമായിട്ട് വന്നേക്കുന്ന വളരെ വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ മലപ്പുറം വിവാദം അനാവശ്യമായി വിളിച്ചു വരുത്തിയ വിവാദമാണ്. അത് വേറെ ആരും വിളിച്ചു വരുത്തിയല്ല, ബഹുമാനീയനായ മുഖ്യമന്ത്രി തന്നെ വിളിച്ചു വരുത്തിയാണ്. അതിന്നും അതുപോലെ തന്നെ PR ഏജൻസികളുടെ കാര്യവും ഇതൊക്കെ അതിൽ നിന്നെല്ലാം വരണം. ADGP സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നെല്ലാമുള്ള ശ്രദ്ധയൊന്ന് മാറണം. ഇതിൽ നിന്നൊന്ന് പിടിവിടാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പം കയറി ഇതുപോലുള്ള ഒരു കാര്യത്തിലേക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് വേണം കരുതാൻ.